ഇപ്പോൾ നമ്മൾ ഒരുപാട് സമയം സംസാരിച്ചു പല ആൾക്കാരോടും. തണൽ എന്നിങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട്. ഞാനും മുന്നേ അവിടെ എനിക്ക് ഒരു ഫിസിയോതെറാപ്പീൻ്റെ ഭാഗമായിട്ട് പോകാനും പറ്റിയിട്ടുണ്ട്. ഈ തണലിനെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? നമസ്കാരം. നമസ്കാരം നിജിൽ. മാഷെ പേരെന്ന് പറഞ്ഞോ? പേര് പുരുഷോത്തമൻ. ഇവരുടെ പേരും നാരായണൻ അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആദ്യം തന്നെ. ഒരുപാട് അമ്പലങ്ങളും പിന്നെ പള്ളികളും നമ്മളെ കാവുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതിനൊക്കെ ഒരു വിപരീതം എന്ന് പറയാൻ പറ്റില്ല, വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു എടക്കണമ്പേത്ത് ഭഗവതീൻ്റെ തിരുമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനൊരു വ്യത്യസ്തത ചിന്തിക്കാണ്ട് സാധാരണ എല്ലാ അമ്പലങ്ങളും കാവുകളും പോകുന്ന പോലെ അവരവരെ കാര്യം നോക്കിയിട്ട് അങ്ങ് പോയാൽ പോരെ. ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനൊരു വ്യത്യസ്തതയും ചിന്തിച്ച് ഈ ഒരു വൃക്കരോഗ നിർണയ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ഈ ഗുരുദേവ ഗ്രന്ഥാലയത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ആർക്കാണ് ആദ്യമായിട്ട് മനസ്സിൽ തോന്നിയത്? എന്താണ് അതിൻ്റെ ഒരു കാരണം? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. അതെയാ? മെഡിക്കൽ ക്യാമ്പ് പ്രാദേശിക തലത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് വെക്കുന്നത് ഏതായാലും നല്ലത് തന്നെ. ഇനി നമുക്ക് റീന ടീച്ചർക്ക് എന്നാ പറയാനില്ല ഇതിനെ പറ്റിയിട്ട്, ഈ ഗ്രന്ഥാലയവും നമ്മളെ ഇന്നത്തെ വൃക്കരോഗ നിർണയ ക്യാമ്പിനെ പറ്റിയിട്ടൊന്ന് പറയാൻ ടീച്ചർക്ക്. ഒരു വായനശാല എന്ന് പറയുന്നത് ആ നാടിന്റെ ജീവനാഡിയാണ്. അതെ. അപ്പോൾ ഒരു അമ്പലം അല്ലെ കാവുകൾ, ഒരു ഭക്തി സ്ഥാപനങ്ങൾ, അവിടെ ഒരു വായനശാല എന്ന് പറയുന്നത് കുട്ടികൾക്കും എല്ലാവർക്കും അറിവും കൂടി പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ കാഴ്ചപ്പാടാണ്. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഞാനിന്ന് നിങ്ങളെല്ലാം എടുത്തൊക്കെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാം നമ്മളെ എടക്കണമ്പേത്ത് അമ്പലത്തിലേക്ക്. എടക്കണമ്പേത്ത് ഭഗവതി ക്ഷേത്രം വേറിട്ട പ്രവർത്തനങ്ങൾ കൊണ്ടും വേറിട്ട പരിപാടികൾ കൊണ്ടും കലാപരമായും സാംസ്കാരികപരമായും ഉള്ള പല വിവിധമായ പരിപാടികൾ കൊണ്ടും ജനശ്രദ്ധ ആകർഷിച്ച ഒരു അമ്പലമാണ് എടക്കണമ്പേത്ത് ഭഗവതി ക്ഷേത്രം. ഇന്ന് അവിടെ എന്ന പരിപാടി എന്ന് വെച്ചാൽ എടക്കണമ്പേത്ത് അമ്പലവും നമ്മുടെ തണൽ റീഹാബിലിറ്റേഷൻ സെൻ്ററും കൂടെ സംയുക്തമായി ഒരു വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വൃക്കരോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള ഷുഗർ, പ്രഷർ, ക്രിയാറ്റിന് അതുപോലെയുള്ള പല ടെസ്റ്റുകളും ഇന്ന് അവിടുന്ന് സൗജന്യമായി നടത്തുന്നുണ്ട്. അത് ടെസ്റ്റ് നടത്താനും പിന്നെ ഇതുപോലെ മാതൃകാപരമായ പല കാര്യങ്ങളും നടത്തുന്ന എടക്കണമ്പേത്ത് അമ്പലവും അമ്പലത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെയും അവിടെ വരുന്ന തണലിലെ പ്രവർത്തകരെയും എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ തണലിനെ പറ്റി നമുക്ക് വിശദമായിട്ട് തണലിൻ്റെ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും, അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് തണലിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, നമുക്ക് തണലിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, തണലിലുള്ള ആൾക്കാർക്ക് നമ്മളെക്കൊണ്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, അതൊക്കെ നമുക്കിന്ന് ചോദിച്ച് മനസ്സിലാക്കണം അവിടെ പോയിട്ട്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അമ്മയും വരുന്നുണ്ട്, അമ്മ കുറച്ച് കഴിഞ്ഞാൽ വരും, ഇപ്പം ഞാനേ പോകുന്നുള്ളൂ. അപ്പോൾ ലേറ്റായിട്ടാണ് ഉള്ളത്, പെരളശ്ശേരി അമ്പലത്തിലും പോയി വന്നിട്ട്. അപ്പോൾ പോയി നോക്കാം, തുടങ്ങിയായിരിക്കും പരിപാടി. എന്നോട് മാഷ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞു, നമുക്ക് നേരെ പോവാം. പോയിട്ട് ബാക്കി കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണാം. ഉദ്ഘാടനം ചെയ്ത CH നസീറാജി, ഇവിടെയുള്ള തണലിൻ്റെ രക്ഷാധികാരി അഹമ്മദ് പാറക്കൽ, തണൽ സെക്രട്ടറി നസീർ എഞ്ചിനീയർ, അതുപോലെ പുരുഷമാഷ്, തണലിൻ്റെ ഗവേണിംഗ് ബോർഡ് മെമ്പർ അസലം മാഷ് ഉൾപ്പെടെ ഒരുപാട് ആളുണ്ട്. എല്ലാ തണലിൻ്റെ ആളുകളാണ്. റഫീഖുണ്ട്, ദിനേശ് ചന്ദ്രനുണ്ട്, വത്സരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം അധികം പറയേണ്ടെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. കാരണം ഇത് വേഗം പരീക്ഷണം ഒന്ന് അഹമ്മദ് പാറക്കലിൻ്റെ സംസാരത്തോടുകൂടി ഇതിൻ്റെ കുറിച്ച് ഗ്രാവിറ്റി മനസ്സിലായിട്ടില്ല. നമ്മൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന രീതിയിലാണ് ഈ ക്യാമ്പും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ജീവിതശൈലി രോഗത്തിൻ്റെ ഭാഗമായി മുമ്പ് നമ്മൾ കേട്ടുകേൾവികൾ, ക്യാൻസർ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളാണ്. അതൊക്കെ വന്നാൽ അതിൻ്റെ ഇത് ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്യേണ്ടത് ശരി തുടങ്ങിയാൽ നിർത്താൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഇവിടെ ക്രിയാറ്റിൻ പറഞ്ഞു 1.3 അതിൻ്റെ ഒരു കണക്ക്. അത് വർദ്ധിച്ചാൽ സാധാരണ 1.3 എന്ന് കൺട്രോൾഡ് എന്ന് പറയും.
1:3 വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂടിക്കൂടി വരും. അപ്പോൾ ഒരു ചെറിയ സാധാരണ കുടുംബത്തിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ കാര്യം പ്രയാസം തന്നെയാണ്. കാരണം ആഴ്ചയിൽ 3 ദിവസം 3 ഡയാലിസിസ് ചെയ്യണം. ഇന്നത്തെ ലെവലിൽ ഫുൾ പൈസ കൊടുത്ത് ഡയാലിസിസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു ഡയാലിസിന് 1300, 1500 വരെ വാങ്ങുന്ന ഹോസ്പിറ്റലുണ്ട്. നമ്മുടെ ഈ തണലിൽ തന്നെ 100 രൂപക്ക് തുടങ്ങി 1000 രൂപ വരെയാണ് ഡയാലിസിന് വേണ്ടി ഈടാക്കുന്നത്. ഈ നാട്ടുകാർക്ക് പൊതുവേ തണലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്തൊരു പ്രയാസമുണ്ട്. കാരണം കൂടാളി പഞ്ചായത്തിൻ്റെ ഭൂമിയിലാണ് നമ്മൾ തടഞ്ഞു നിൽക്കുന്നത്. മുണ്ടേരി പഞ്ചായത്തും കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൻ്റെ ബോർഡറിലാണ്. പക്ഷെ നമ്മൾ ഈ നാട്ടുകാർ അധികം അറിയില്ല. കാരണം മറ്റ് പല ആളുകളിൽ നിന്നാണ് വരുന്നത്. കേരളം ഒരു ക്യാമ്പ് നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. സ്പൈനൻ മെഡിസിൻ സിറ്റി ഇവിടെ നടക്കുന്ന അതിൻ്റെ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള രോഗികളാണ് ഇത് നമ്മൾ കടത്തി ചികിത്സിക്കുന്നത്. 44 പേര് അവിടെ 45ഓളം ആളുകൾ കിടക്കുന്നുണ്ട്. ആക്സിഡൻറ്റ് മുഖേന, സ്ട്രോക്ക് മുഖേന, നട്ടല് തകർന്നു പോയ ആളുകളെ ചികിത്സിക്കുന്ന 45 പേരെ കടത്തി ചികിത്സയാണ്. എന്നാൽ ഇന്ന് എന്നെപ്പോലുള്ള പൊതുപ്രവർത്തക പ്രയാസം 65 ആളുകൾ പെൻഡിങ്ങിലാണ്. അവർക്ക് സീറ്റ് കിട്ടാൻ പ്രയാസപ്പെടുന്ന ആളുകൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ കമ്മിറ്റിൻ്റെ ആളാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പക്ഷേ അത്രയും വലിയ സൗകര്യങ്ങൾ ആളുകൾക്ക് ഉണ്ട് എന്ന് തിരിച്ചറിവ് നാട്ടുകാർക്ക് കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ മേഖലയായ തണൽ എന്താണെന്നും അതിനെങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്ര സാങ്കേതിക കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് ക്യാമ്പ് ആരംഭിക്കാനുള്ള നേരത്തെ ലൈറ്റേക്ക് വരുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത് വരുന്ന ഏറ്റവും ആദ്യം വരുന്ന ഒരു പൊതുപരിപാടി എന്നത് 23-ാം തീയതി നടക്കുന്ന സ്ത്രീകളുടെ നമ്മുടെ പ്രദേശത്തെ പഞ്ചായത്തിലെയും സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എല്ലാവരെയും വിളിച്ചു വരുത്തുകയും നമ്മുടെ തണൽ എന്താണ് ഇവിടെ നടക്കുന്നത്, മൊത്തത്തിൽ തണൽ എന്താണെന്നും തണലിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്നും സമൂഹത്തിന് തണലിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നൊക്കെ ഈ സമൂഹത്തെ കുടുംബത്തെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന എല്ലാ സ്ത്രീ സമൂഹത്തെയും നമ്മുടെ പങ്കെടുക്കണമെന്ന് നമ്മൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്കെല്ലാം ക്ഷേത്രത്തിൻ്റെ പേര് പ്രകാശിച്ചുകൊണ്ട് എല്ലാവർക്കും ഇത് വർത്തമാനം വരില്ലേ? മാഷേ നമസ്കാരം. പിന്നെ മാഷ വിശദമായിട്ടൊന്ന് കാണണം. എൻ്റെ പേര് എൻ്റെ പേര് എൻ്റെ പേര് എഴുതണോ? വേണം പോയി നോക്കണ്ടേ? എൻ്റെ പേര് 97, 47. ഇതിനു മുമ്പ് ക്രിയാറ്റിനിലേക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ BP പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നം, കൊളസ്ട്രോളൊന്നുമില്ല. കുടുംബത്തിനാർക്കെങ്കിലും കിഡ്നി സംബന്ധമായ പ്രശ്നം ഉണ്ടാകും. പിന്നെ അതുപോലെ മണികൂക്കം എന്നൊക്കെ തന്നെ യൂറിനറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലം നിലവിൽ റിപ്പോർട്ടനുസരിച്ച് അതിൻ്റെ പ്രൈമറി ടെസ്റ്റ് നമ്മളിവിടെ ചെയ്യും. അതിലിപ്പോൾ ആൽബുമിൻ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളത് അടുത്ത ടെസ്റ്റ് ആൽബുമിൻ ഷുഗറും ഉണ്ട്. നമസ്കാരം. നമസ്കാരം നിജിൽ. മാഷെ പേരെന്ന് പറഞ്ഞോ? പേര് എന്നപ്പോൾ പുരുഷോത്തമൻ. ഇവരുടെ പേരും നാരായണൻ അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആദ്യം തന്നെ. ഒരുപാട് അമ്പലങ്ങളും പിന്നെ പള്ളികളും നമ്മളെ കാവുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതിനൊക്കെ ഒരു വിപരീതം എന്ന് പറയാൻ പറ്റില്ല, വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു എടക്കണമ്പേത്ത് ഭഗവതീൻ്റെ തിരുമുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനൊരു വ്യത്യസ്തത ചിന്തിക്കാണ്ട് സാധാരണ എല്ലാ അമ്പലങ്ങളും കാവുകളും പോകുന്ന പോലെ അവരവരെ കാര്യം നോക്കിയിട്ട് അങ്ങ് പോയാൽ പോരെ. ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനൊരു വ്യത്യസ്തതയും ചിന്തിച്ച് ഈ ഒരു വൃക്കരോഗ നിർണയ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ഈ ഗുരുദേവ ഗ്രന്ഥാലയത്തിൻ്റെ ഭാഗമായിട്ട്
ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ആർക്കാണ് ആദ്യമായിട്ട് മനസ്സിൽ തോന്നിയത്? എന്താണ് അതിൻ്റെ ഒരു കാരണം? കാരണം പറഞ്ഞിട്ട് അത് നമ്മുടെ ഗുരുദേവ ഗ്രന്ഥാലയം സ്ഥാപിതമായത് തന്നെ കഴിഞ്ഞ 2023 വിജയദശമി നാളിലാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരികയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വർഷമായി ഈ ഗ്രന്ഥാലയം സ്ഥാപിച്ച ഒരു വർഷമായി. ഗവൺമെൻറ് അംഗീകാരം കിട്ടി. 1000-ലേറെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു പുതുമയാർന്ന പരിപാടി എന്താണ് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ കമ്മിറ്റി ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു വൃക്കരോഗ നിർണ്ണയ ക്യാമ്പാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആൾക്കാർ ഡയാലിസിസ് ചെയ്തിട്ടും അങ്ങനെ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ പൊതുവേ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ക്യാമ്പ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ള ധാരണയിലാണ് നമ്മുടെ കമ്മിറ്റി അങ്ങ് തീരുമാനിച്ചത്. തണൽ നമ്മുടെ അടുത്ത കേന്ദ്രമാണല്ലോ നമ്മളെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സഹകരണത്തോടു കൂടി അങ്ങനെ ചെയ്യാമെന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇന്നിങ്ങനെ ഈ ഒരു പരിപാടി ഫോം ചെയ്തത്. അതെല്ലാവരും കൂടി എടുത്ത തീരുമാനമായിരിക്കും അല്ലേ കമ്മിറ്റി? എല്ലാവരും ഐക്യകണ്ഠേന എടുത്ത പരിപാടിയാണ്. അതായത് ക്ഷേത്രം നടത്തിക്കൊണ്ടുപോവുക, ആരാധനക്ക് വരുന്ന കൂട്ടർക്ക് അതിൻ്റെ സൗകര്യം ചെയ്തു കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഞങ്ങളൊരു വായനശാല ഉണ്ടാക്കിയത്. പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് പ്രാർത്ഥന നടത്തുക, ഒരല്പസമയം വിശ്രമിച്ച് കുറച്ച് പുസ്തകങ്ങളും പത്രങ്ങളും വായിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വായനശാല ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തണം എന്ന് ആലോചിച്ചിട്ട് പരിപാടി തുടങ്ങി വെച്ചത്. ഇതൊരു തുടക്കമാണ്. നമുക്ക് എന്തെല്ലാം സമൂഹത്തിന് ഇന്ന് വളർന്നു വരുന്ന കാണുന്നില്ലേ, ചെറിയ കുട്ടികൾ മുതൽ ഓരോരോ ഡോക്ടറെ അടുത്തെത്തുമ്പോൾ അന്ന് രോഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ വൃക്കരോഗം സംബന്ധിച്ച് എന്തെങ്കിലും കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് തുടർ ചികിത്സ കൂടി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങളത്. പിന്നെ ഒരു രോഗം നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ വലിയൊരു ഗുണമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു തുടർ ചികിത്സ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടി നമുക്കുണ്ട്. അതാണ് തണൽ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു വളർന്നു വരുന്ന ഒരു ആതുര സേവന രംഗത്ത് വളർന്നു വരുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളും കൂടി ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഇന്നൊരു വൃക്കരോഗ പരിശോധന നടത്തിയത്. ഇനിയും ഞങ്ങൾ ഓരോ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വായനശാല നേതൃത്വത്തിൽ നടത്തണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ തണൽ എന്ന് പറയുന്ന ഒരു സംഘടന നിങ്ങൾ സമീപിച്ച പാടെ തന്നെ അവർ പൂർണ്ണ മനസ്സോടുകൂടി വേഗത്തിൽ അതിനുള്ള ഒരു എന്താ പറയുക ഒരു സഹകരണം ഉണ്ടായിരുന്നു അവരുടെ നല്ല നിലയിലുള്ള സഹകരണം. നമുക്കിനി അങ്ങോട്ട് അവർ ഈ വായനശാലയും ഒരു ഒത്തുകൊണ്ട് വളരെ അടുത്തുള്ള പ്രദേശമാണ്, രണ്ട് സ്ഥാപനമാണ് ചേർന്ന് കൊണ്ടുള്ളൊരു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തണമെന്ന് നമ്മളിപ്പോൾ രണ്ടു കൂട്ടരും സംയുക്തമായിട്ട് ആലോചിച്ചിട്ടുള്ളത്. അവരുടെ അത് നമ്മൾ ഈ യോഗത്തിൽ അവർ പ്രഖ്യാപിച്ചു. നമ്മൾ രണ്ടും പറവൂരിൻ്റെ രണ്ട് സാംസ്കാരിക സ്ഥാപനമാണ്. ദേവാലയമാണ്, മനുഷ്യനെ സേവിക്കലാണല്ലോ ദേവാലയം, എല്ലാ കാര്യങ്ങളും രണ്ടും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്താമെന്നുള്ള രീതിയിലാണ് അല്ലേ? അതെ അതെ അതെ. അവർ ഭാരവാഹികൾ വളരെ സന്തോഷത്തോടുകൂടിയാണ്. പിന്നെ നാളെ നേരത്തെ പറഞ്ഞ പ്രശ്നം പറയാം. കാരണം പലർക്ക് ഒരു ഭയപ്പാട് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മളെ നിരവധി ആളുകൾക്ക് ഞങ്ങൾ ഈ വിവരം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഞങ്ങളടുത്ത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലുള്ള രോഗം എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല. ഇത് നോക്കിയിട്ട് അഥവാ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പാടാവും, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ. അതുകൊണ്ട് പറയട്ടെ എന്നുള്ള കാഴ്ചപ്പാടിൽ അതൊരു ഭയപ്പാടാണ്. അങ്ങനെ ഭയപ്പാടുള്ള ആളുകളാണ് കൂടുതലുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. അല്ല, ഈ ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞപ്പോൾ അമ്മയും ഞാൻ പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഇതേ സംഭവം സെയിം സംഭവം പറഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയപ്പാട് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഒരു മുൻകരുതൽ എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി അതൊരു നല്ലതാവില്ലേ അല്ലേ? അതില്ലാത്ത വേറെ ഒരു അത്ഭുതം എന്താ നമുക്കുണ്ടായെന്ന് പറഞ്ഞാൽ സാധാരണ ആളുകളല്ല ഇത് പറഞ്ഞത്. നല്ല നിലയിൽ വിദ്യാഭ്യാസവും അങ്ങനെയുള്ള ഒരാളാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇത് വെറുതെ ഒരു ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെട്ടില്ലേ, അപ്പോൾ അത് വേണ്ട എന്നുള്ള നിലയിൽ. അപ്പോൾ എങ്ങനെയുണ്ട് ആ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട് സമൂഹം. അതിനൊരു ബോധവൽക്കരണ ക്ലാസ് നിരന്തരമായി കൊടുക്കണം. ബോധവൽക്കരണ ക്ലാസ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്ത്രീകളടക്കം ദൂരത്ത് നിന്ന് വന്നവട്ടുണ്ട്, അടുത്തിലോട്ട് വരുന്നില്ല, ദൂരത്ത് നിന്ന് വന്നവർ പോലും അതാ നമുക്ക് അത്ഭുതം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലടക്കം നമ്മുടെ വന്നു എന്നുള്ളതിന്റെ വലിയൊരു സന്തോഷമാണല്ലോ. ഞങ്ങൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം എന്താ, ഇന്ന് കുഞ്ഞു മക്കളിലും അതുപോലെ തന്നെ യുവതലമുറകളിലെല്ലാം തന്നെ പലതരത്തിലുള്ള ലഹരികൾ അടിമകളായി വളരുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്, സാമൂഹ്യ പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആത്മഹത്യകൾ കൂടി വരുന്നൊരു കാലഘട്ടമാണിത്.
നമ്മളിപ്പോൾ നമ്മളെല്ലാം അറിവിൽ തന്നെ ഇപ്പോൾ ഒരു 6 മാസത്തിന് ഇങ്ങോട്ട് തന്നെ ഒരു മൈനറായിട്ടുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ട് കുറേ. എന്തുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്? വളരെ നിസ്സാര. ഇതെല്ലാം തന്നെ ചിന്തിക്കുന്നില്ല സമൂഹം, അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ആ രംഗത്തേക്ക് നമ്മളെ വായനശാലേൻ്റെ ഒരു ചുവടുവെപ്പ് ഉണ്ടാവും ഭാവിയിൽ. നമ്മുടെ ഉത്സവം ഈ ഫെബ്രുവരി 2 മുതൽ 7 വരെയാണ്. വയനാട്ടുകുലമ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ഫെബ്രുവരി 3-ാം തീയതി പിന്നെ രാവിലെ 3-ാം തീയതി പ്രതിഷ്ഠയാണ് വയനാട്ടുകുലം ക്ഷേത്രം. അങ്ങനെയല്ല നമുക്ക് വലിയൊരു ഉത്തരവാദിത്വവും കാര്യങ്ങളും സാമ്പത്തിക ചെലവും എല്ലാം അതിൻ്റെ നടുക്കാണ് നമ്മൾ ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. കൃത്യമായ ഇതെല്ലാം ഉത്സവത്തിന് ശേഷം നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് തന്നെ സമൂഹത്തിന് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യവും സൗകര്യവും കൂടി നമുക്കുണ്ട്. നമ്മുടെ തന്ത്രി കോറമംഗലം ഇല്ലത്ത് താമരമ്പൂരാണല്ലോ, അദ്ദേഹത്തിൻ്റെ കാർമ്മികത്തിലാണ്. അയാൾ ഒരു അധ്യാപകനാണ്. അയാളെടുക്കുന്ന വലിയൊരു നിർദ്ദേശം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതൊരു വലിയ കാര്യമാണ്. കാരണം സമൂഹത്തിന് കാർന്നു നിന്നൊരു വലിയ മഹാവിപത്തായിട്ട് ഈ ലഹരി മാറിക്കൊണ്ടിരിക്കുന്നത്. യുവ തലമുറനെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കുകയെന്ന് ജീവനും ജീവിതവും അവരെ നശിക്കുന്നതോടുകൂടി സമൂഹത്തിലെ ശരിക്കും ഒരു നാശം തന്നെ സംഭവിക്കുന്നത്. അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു ഉത്സവത്തിന് ശേഷം ഞങ്ങൾ അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നതെന്നാണ്. ഈ വായനശാലേൻ്റെ പ്രവർത്തനം ആ രംഗത്തേക്കാണ് പോവുക. പക്ഷെ ആളുകളെ ഇതിനെല്ലാം കിട്ടാൻ താല്പര്യപ്പെട്ടിട്ട് വരുത്താനുള്ള പ്രയാസം ചെറുതല്ല. ഇതിനൊന്നും ആളുകൾക്ക് ഇത് താല്പര്യമില്ല. ഒരു നല്ല നിലയിലുള്ള ഒരു വഴി, നല്ല നിലയിലുള്ള ഒരു റൂട്ട്, അവരുടെ ജീവിതം ഒരു നല്ല നിലയിലായി കൊണ്ടുവരാനാണ് നമ്മളെ ഒരു ശ്രമം ഇനി ഉണ്ടാവും. ഉത്സവത്തിന് ശേഷം വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തം നമ്മളെ മുമ്പിലുള്ളത്. അതിന് പ്രതിഷ്ഠ ഉത്സവം കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങും. നമ്മുടെ ഭക്തിയുടെ രീതിയിൽ അല്ലേ? അതെ, ഒരു ഭാഗം ഭക്തി, ഒരു ഭാഗം സാമൂഹ്യ ഇതെല്ലാം വേണമല്ലോ. മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ക്ഷേത്രം പോകുന്നത്. എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഇവിടെ മതത്തിന് അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും ഇല്ല. കാരണം മുസ്ലിം സഹോദരങ്ങൾ വരെ വന്ന് നമ്മളെ ഈ വൃക്കരോഗ നിർണയ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ് ഇന്നത്തെ സമയം. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു വേർതിരിവ് ഇല്ല, പക്ഷെ പല നാട്ടിലും ഉണ്ട്. അതൊക്കെ വലിയൊരു കാര്യമല്ലേ? നമ്മൾ ഈ ഇതിൻ്റെ ശ്രീകോവിലിൻ്റെ എല്ലാം എല്ലാ ഓരോ പരിപാടിക്കൊക്കെ മുസ്ലിം സഹോദരങ്ങൾ നമുക്ക് എല്ലാ രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആരിലും നമുക്ക് അവര് വരാനും പ്രാർത്ഥിക്കാനും മതസൗഹാർദ്ദമാണല്ലോ നാട്ടിലെ പുരോഗതി. വിളിച്ചെണ്ണ പ്രാർത്ഥിക്കുക അങ്ങനെ ചെയ്യാറുള്ളൊക്കെ ഉണ്ട്. ആ മതസൗഹാർദ്ദം ഉണ്ടായാലും വളർന്നു വരുന്ന തലമുറക്കും അതൊരു മാതൃകയാണ്. അതെ, അത് പണ്ടൊക്കെ നമ്മളത് നല്ല രീതിയിൽ ഉണ്ടായതാണല്ലോ. ഇന്ന് അയൽപക്ക ബന്ധമില്ല. അതുപോലെ തന്നെ അണുകുടുംബമായി മാറുന്നതോടും കൂടെ തന്നെ കുടുംബ ബന്ധങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നൊരു കാലഘട്ടം. പരസ്പര സ്നേഹങ്ങളോ ബഹുമാനമോ ഇല്ലാതൊരു തലമുറയായിട്ട് വളർന്നു വരുന്നു. ഇതെല്ലാം വീണ്ടെടുത്ത് നമുക്കൊരു നല്ല നിലയിൽ വീണ്ടും നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം, ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രയാസങ്ങളുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് അത് ചെറിയൊരു ഭാഗം സാധിക്കുമെന്നാണ് നമ്മളെ വിശ്വാസം. അതിൻ്റെ പ്രവർത്തനം നമ്മൾ നടത്തും. അതെ. അപ്പോൾ ഈ അടക്കണമ്പേത്ത് അമ്പലത്തിൻ്റെ ഭാരവാഹികളും ഇവിടുത്തെ കമ്മിറ്റിയിലുള്ള എല്ലാവരും ചിന്തിക്കുന്ന പോലെ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി ബാക്കിയുള്ള അമ്പലങ്ങൾക്കും കാവുകൾക്കും എല്ലാം തോന്നട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. നമ്മളെ അമ്പലത്തിൻ്റെ കൂടെ തന്നെ നാട്ടുകാരെയും ചേർത്ത് നിർത്താനും, നാട്ടുകാരെ മാത്രമല്ല ഈ പോസ്റ്റ് കണ്ട ആർക്ക് വേണ്ടിക്കും ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ അവരെല്ലാം ചേർത്ത് നിർത്താൻ നിങ്ങൾ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുന്നു. എനിക്കിന്ന് 2 ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കേട്ടാ. എന്നെ പഠിപ്പിച്ച 2 ടീച്ചർമാരെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്ന് റീന ടീച്ചർ, പിന്നെ ഒന്ന് പുഷ്പ ടീച്ചർ. ടീച്ചർക്ക് എന്നാ പറയാ ആടുക്ക് ടീച്ചറെ? പുഷ്പ ടീച്ചർക്ക് എന്നാ പറയാ? ടീച്ചറെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതെയാ? മെഡിക്കൽ ക്യാമ്പ് പ്രാദേശിക തലത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് വെക്കുന്നത് ഏതായാലും നല്ലത് തന്നെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി വിപുലമാക്കാമായിരുന്നു. കുടുംബശ്രീ അംഗങ്ങളെല്ലാം ഒരു 4-5 കുടുംബശ്രീ
ചിലവിടെ ചില കല്യാണം ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെയുള്ള ഞായറാഴ്ച ഒരു പരിപാടിയിലാണ്. ഇവരെ കിട്ടാത്ത പ്രശ്നമില്ല. അപ്പോൾ അവരും ആദ്യം എല്ലാവർക്കും വിളിക്കുകയും വാട്സപ്പിലൂടെ ഒക്കെ കൊടുത്തിരുന്നു. എന്നെ വിളിച്ച് അല്ല ടീച്ചറെ വേറെ ഏതെങ്കിലും അമ്പലത്തിലോ കാവിലോ ഇങ്ങനത്തെ ഒരു ഇത് ടീച്ചർ കണ്ടിട്ടുണ്ടോ? ഞാൻ കാവിലും അമ്പലത്തിലും സാധാരണ പോകണ്ട, എന്നാലും അറിയല്ലോ. പോകണമെന്നില്ലല്ലോ, ഇത് അറിയാം. ഉണ്ട് അമ്പലത്തിൽ. പിന്നെ നമ്മൾ കഴിഞ്ഞ HMൻ്റെ ഇതിന് പോയത് എവിടെയും അവിടെ ഉണ്ടല്ലോ അഞ്ചരക്കണ്ടിയിലെ, നിങ്ങൾ വന്നിട്ടില്ലല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഇത് ഉണ്ടായിരുന്നില്ലേ പനേരി അമ്പലത്തിൻ്റെ അവിടെയുണ്ട് ഗ്രന്ഥാലയം. അല്ല ഗ്രന്ഥാലയമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതുപോലൊരു ക്യാമ്പ് വെക്കുന്ന സ്ഥലം ഉണ്ടാവും. മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നത് അല്ല ഞാൻ പോകാത്തതുകൊണ്ട് എനിക്കറിയാം. അല്ല ഞാൻ ആദ്യമായിട്ടുള്ള അറിയാം, പോകണമെന്നില്ലല്ലോ. ഇതിപ്പോ ടീച്ചർ വന്നിട്ടല്ലോ അറിഞ്ഞത്. പിന്നെ ഈ മനുഷ്യൻ വിളിച്ച് പറഞ്ഞു. പിന്നെ ഇതുപോലെയുള്ള പല മനുഷ്യന്മാരും ഉണ്ടാവില്ല നമ്മളെ അറിയിക്കാൻ. നല്ല തന്നെ പൊതുവെ ഗ്രന്ഥാലയത്തിൽ പുറമെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ 1-2 സ്ഥലത്തേക്ക് പറഞ്ഞു ഈ അമ്പലത്തോടനുബന്ധിച്ചുള്ള ഗ്രന്ഥാലയം. നമ്മുടെ ഒരു വെറും പ്രാർത്ഥന മാത്രമല്ല, അത് അതിന്റെ രീതിയിൽ പോകും. അതോടൊപ്പം ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രാർത്ഥനയും അറിവും ആരോഗ്യവും എല്ലാം ആരോഗ്യം സംരക്ഷിക്കുക. എല്ലാം കൂടി ആകുമ്പോഴല്ലോ മനുഷ്യർക്ക് ടീച്ചർ കൂടെ വന്നത് ഇങ്ങനൊരു അവസ്ഥയാണല്ലോ വരാനുള്ള. നമുക്ക് റീന ടീച്ചർക്ക് എന്നാ പറയാനില്ല ഇതിനെ പറ്റിയിട്ട്, ഈ ഗ്രന്ഥാലയവും നമ്മളെ ഇന്നത്തെ വൃക്കരോഗ നിർണയ ക്യാമ്പിനെ പറ്റിയിട്ടൊന്ന് പറയാൻ ടീച്ചർക്ക്. ഒരു വായനശാല എന്ന് പറയുന്നത് ആ നാടിൻ്റെ ജീവനാഡിയാണ്. അതെ. അപ്പോൾ ഒരു അമ്പലം അല്ലെ കാവുകൾ, ഒരു ഭക്തി സ്ഥാപനങ്ങൾ, അവിടെ ഒരു വായനശാല എന്ന് പറയുന്നത് കുട്ടികൾക്കും എല്ലാവർക്കും അറിവും കൂടി പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ കാഴ്ചപ്പാടാണ്. അതോടൊപ്പം ഇപ്പം ഈ നടക്കുന്ന വൃക്കരോഗ നിർണയ ക്യാമ്പ്, അത് ആരോഗ്യം, അതായത് ഇന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങളാണ്, ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പോൾ അതിനൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ അമ്പലങ്ങൾ മനസ്സിനുണ്ടാകുന്ന ആരോഗ്യം പോലെ തന്നെ ശാരീരിക ആരോഗ്യം കൂടി വളർത്തിയെടുക്കാനുള്ള ഒരു സംരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം ഈ ഒരു സംഘാടകർ ഇതിനെ ചെയ്യുന്നൊരു തണലുമായി ബന്ധപ്പെട്ട്. തണലിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതോടൊപ്പം ഈ ഒരു ഗ്രന്ഥശാലയും എടക്കടമ്പേത്ത് ക്ഷേത്രവും എല്ലാം അതിനെ മുൻകൈ എടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് നാടിന് തന്നെ ഒരു വലിയ ഒരു മഹത്തായ അഭിമാനമായിട്ടാണ് ഇത് കാണുന്നത്. നല്ലൊരു പ്രവർത്തനം. അതിനുവേണ്ടി എല്ലാ ആശംസകളും നമ്മൾ പറ്റുന്ന ചെയ്യും. 2 ടീച്ചർമാരെയും ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. മാഷുണ്ട്, മാഷെന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും മാഷ് നമ്മളൊരു എന്താ പറയുക വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. 3 ആളെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് വരുന്നു. നമുക്ക് നമ്മുടെ അതായത് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാവിധ ആശംസകളും വിജയിക്കും. താങ്ക് യു. എന്തായാലും അതാണ്. അതെ അതെ. അല്ല എന്തായാലും അറിയിക്കണല്ലോ, ഇതെല്ലാം മാതൃകാപരമായ കാര്യങ്ങളല്ലേ. എല്ലാവരും ഇനി ഇത് കണ്ടിട്ട് മുന്നോട്ട് വന്നിട്ട് എല്ലാ അമ്പലങ്ങളും കാവുകളും പള്ളികളിലും ഇതുപോലെ ചെയ്യട്ടെ. ഇതിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവരുടെ സപ്പോർട്ടും വേണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. വളരെ സന്തോഷം. പ്രിയപ്പെട്ട ശിഷ്യ. നമ്മളെ ഗുരുദേവ ഗ്രന്ഥാലയത്തിലെ ലൈബ്രറിനായത് കേട്ടോ. എന്നാ നിങ്ങളെ പേര്? പ്രജീഷ. ഇവിടെ എത്ര വർഷമായി? ഇപ്പം തുടങ്ങിയ മുതലേ നിങ്ങൾ തന്നെയാ? അല്ല ഇവര് എത്ര? ഈ ഒരു വർഷം. ഇവിടുത്തെ പിന്നെ പുസ്തകങ്ങളും ഇതൊക്കെ എടുക്കാൻ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. കുട്ടികൾ വരുന്നുണ്ട്, എടുക്കുന്നുണ്ട്, ബുക്ക് എടുക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട് നമ്മള്. അതെ, സർഗോത്സവത്തിൽ പങ്കെടുത്തിട്ട് ജില്ലാ തലത്തിലുള്ള പരിപാടിയിൽ പങ്കെടുത്ത് അതിനകത്തുനിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരണ്ടോ നമുക്ക്? പരിപാടികളിലെല്ലാം എല്ലാവരും പങ്കെടുക്കുമ്പം കുട്ടികൾക്ക് കിട്ടുന്നൊരു നല്ല ചെറിയ രീതിയിൽ നമ്മൾ പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെതായ പ്രോത്സാഹന സമ്മാനങ്ങളെല്ലാം കൊടുത്തിട്ട് നടത്തുമ്പോൾ അതൊരു സന്തോഷമാണ്. നമ്മള് കുറച്ച് വനിതകൾ ചേർന്നിട്ട് കോൽക്കളി
അതിൽ നിങ്ങളും ഇല്ലേ ഞാനും ഉണ്ടേനു കൊറേ 10-20 സ്റ്റേജുകളിൽ നമ്മൾ കേറി പരിപാടികള് പങ്കെടുത്തിട്ടുണ്ട്. ഈ വർഷം അതുമായി മുന്നോട്ട് കോലിക്കളി നമ്മളിപ്പം കുറച്ച് നിർത്തിവെച്ചിട്ടുള്ളത്. വേറെ കുറച്ച് ആൾക്കാരെല്ലാം എടുത്ത് പരിപാടിനകത്ത് പോയി കുട്ടികളെല്ലാം പഠിക്കുന്ന ഇതായത് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് ഇതായിട്ട് നിർത്തിവെച്ചിട്ടാണ് ഉള്ളത്. നോക്കും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അറിയാം, ഉറപ്പായിട്ടില്ല. എല്ലാവരും അങ്ങനെ ഓരോ ഭാഗത്തായതുകൊണ്ട് പ്രാക്ടീസ് ഒന്നും ഇപ്പം നടക്കുന്നില്ല. അപ്പോൾ ഒരുപാട് നന്ദി. ഓണാഘോഷത്തിന് പൂക്കള് അതിൽ നിങ്ങൾക്ക് അതൊന്നും പറയാതെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഓണപരിപാടിക്ക് ഓണത്തിനോടനുബന്ധിച്ചിട്ട് പൂക്കൃഷി നടത്തിയിട്ടുണ്ടേനും അതിനകത്തും ഞാനുണ്ട്. നിങ്ങളുണ്ട്. നിങ്ങളുടെ നേതൃത്വത്തില് കുറച്ച് ആൾക്കാർ മുതിർന്നവരെല്ലാം എല്ലാരും ഉണ്ടായിന്. ഞാൻ പൂക്കൃഷി ഓണത്തിന് അങ്ങനെ ഒരു പരിപാടിയും പുറത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് ആ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്തേടെയും വിൽപ്പനക്ക് അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. ഇടുന്ന തന്നെ അടുത്തുള്ളവർ തന്നെ വന്നിട്ട് അങ്ങനെ വാങ്ങും. അടുത്ത വർഷം ഉണ്ടാവും. കൃഷി എന്തായാലും ഉണ്ടാവും. 2 വർഷമായി നമ്മള്. അതെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വിത്താണത്, ചെടി അങ്ങനെയാ ഉണ്ടായിന്. കഴിഞ്ഞ പ്രാവശ്യം നട്ടതാണ്. ഇപ്രാവശ്യം നമ്മൾ അതേപോലെ തന്നെ തുടർന്നിന്. അടുത്ത പ്രാവശ്യവും പറ്റുമെങ്കിൽ എല്ലാവരും കൂടി ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ തന്നെ കാർഷിക ക്ലബ്ബും ഇപ്പൊ രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലെ ഈ വായനശാലക്കൊന്നും അത്ര വലിയ പ്രാധാന്യം കൽപ്പിക്കാണ്ടുള്ളൂ. പല നാടുകളിലും വായനശാല വഴി പല നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ കാണലുണ്ട്, കേട്ടറിയുന്നുണ്ട്. പക്ഷെ ഇവിടെയും ശരിക്ക് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളെ കാണാനും സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. പ്രഷറിന് മാത്രം ഗുളിക കഴിക്കുന്നു അല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും വേറെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് മൂത്ര സംബന്ധമായിട്ടുള്ള കല്ല്, പഴുപ്പ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂത്രം ഒഴിക്കുമ്പോൾ ചൊറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതൊന്നുമില്ലല്ലോ. വെള്ളം നന്നായിട്ട് കുടിക്കില്ലേ? നിലവിൽ റിപ്പോർട്ട് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ് കേട്ടോ. ചങ്ങായിമാരെ, ഇന്ന് വേറൊരു ഭാഗ്യം കൂടെ കിട്ടി. എന്നെ പഠിപ്പിച്ച വേറൊരു മാഷ്. പണ്ട് കുട്ടികളെല്ലാം സൗണ്ട് മാത്രം കൊണ്ട് മുൾമുനയിൽ നിർത്തിയ മാഷാണ് വിറപ്പിച്ചിട്ട്. രാജീവ് മാഷ് എന്തെല്ലാം ഈ വൃക്കരോഗ നിർണയ ക്യാമ്പിനെ പറ്റിയിട്ട് മാഷ് 2 വാക്ക് സംസാരിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയത്താണ് നമ്മുടെ എടക്കണമ്പേത്ത് നിവാസികൾക്ക് വേണ്ടിയിട്ട് കാഞ്ഞിരോട് തണൽ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ വക ഈ ഇത്തരത്തിലുള്ള ഒരു വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തുന്നത്. ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിച്ചാൽ പല വിധത്തിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായി എടക്കണമ്പേത്ത് അമ്പലവും ഗുരുദേവ ഗ്രന്ഥാലയവും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ സംരംഭം നാട്ടുകാർക്ക് വളരെ പ്രയോജനകരമാണ്. നേരത്തെ കണ്ടെത്തി നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ജീവിതശൈലി രോഗങ്ങളൊക്കെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഭയം മാറ്റി മുൻകരുതലെടുക്കുക അല്ലേ? അതെ, ഭയം മാറ്റി മുൻകരുതലെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ട ഒരു മുൻകരുതൽ കൂടി നമ്മൾ എടുക്കണം. ഈ വൃക്ക സംബന്ധമായ രോഗങ്ങൾ വരുന്നത് അധികം നമ്മൾ നാട്ടിലുള്ള പച്ചക്കറികളൊന്നും ഇപ്പോൾ കഴിക്കാതെ എല്ലാം മരുന്നടിച്ച പച്ചക്കറികൾ കഴിക്കുന്നത് കൊണ്ടും വിഷാംശമുള്ള, അതുപോലെ തന്നെ കോള പോലെയുള്ള പാനീയങ്ങൾ കഴിക്കുന്നത് കൊണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ അളവ്, വെള്ളം കുടിക്കുന്ന അളവ് വളരെ കുറഞ്ഞ് വരുന്ന ഒരവസരമാണ്. ഇതൊക്കെ വെള്ളം കൂടി കൂടുതൽ ഉണ്ടാകണം. നമ്മൾ കഞ്ഞിവെള്ളമാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ കഞ്ഞിവെള്ളം എല്ലാവരും എടുത്ത് വേസ്റ്റായി കളയുന്നത്. കഞ്ഞിവെള്ളം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ സാധനമാണ്. അത് എല്ലാവരും
അറിഞ്ഞുകൊണ്ട് മുഴുവൻ വീട്ടിലുള്ള മുഴുവൻ കഞ്ഞിവെള്ളം കഞ്ഞിക്കാലത്തിൽ ശേഷിക്കാതെ മുഴുവൻ ആളെ കൊണ്ടും വീട്ടിൽ നിന്ന് കുടിപ്പിച്ച് ആ രീതിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിച്ചാൽ നമുക്ക് സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. മറ്റൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്നെ പഠിപ്പിച്ച 2 ടീച്ചർമാർ ഒരു മാഷിയും ഒരുമിച്ച് കാണാൻ സാധിച്ചു. ഇത് വലിയൊരു ഭാഗ്യമായിട്ടായിരുന്നു. നിങ്ങളെ 3 ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഒരിക്കലും കണ്ടുപിട്ടാൻ സാധ്യതയില്ല. ഇങ്ങനെ ഒരു പരിപാടി ആയതുകൊണ്ട് കാണാൻ പറ്റി. അതെ 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 അതെ. നമ്മുടെ തണൽ കാഞ്ഞിരോടിൻ്റെ സെക്രട്ടറിയാണ്, നസീർ എഞ്ചിനീയറാണ്. കൈകൊണ്ട് മോശം ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചോ ഇതില്. ഈ തണലും എടക്കണമ്പേത്തെ അമ്പലവും കൂടെ ഇങ്ങനൊരു പരിപാടി ആവിഷ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടുകൂടി ആദ്യം തന്നെ നിങ്ങൾ തയ്യാറായി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് കൂട്ടു നിൽക്കാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സ് കാണിച്ചത്? ഇവിടെ നിങ്ങൾ എന്നുള്ളത് പ്രയോഗത്തിൽ ഒന്ന് മാറ്റണം എന്നാണ് തോന്നുന്നു. കാരണം തണലുള്ളതും എടക്കണമ്പേത്ത് അമ്പലമുള്ളതും കുറവില്ല. അതെ, രണ്ടും ഒരേ ലക്ഷ്യമാണ്. മാനവസേവ, മാധവസേവ. മനുഷ്യൻ്റെ സേവ തന്നെയാണ് ദൈവത്തിൻ്റെ സേവ. ഇത് ഒരു ദൈവസന്നിധിയാണെങ്കിൽ മറ്റത് ദൈവസന്നിധി തന്നെയാണ്. ദൈവത്തെ നീ എവിടെയാണ് കാണുന്നത് എന്ന് ദൈവം ചോദിച്ചിട്ടുണ്ട്. അത് വിശക്കുന്നവൻ്റെ അടുത്ത്, അല്ലെങ്കിൽ രോഗിയുടെ അടുത്ത്, അശരണൻ്റെ അടുത്ത്. ആ അശരണാലയവും ഈ ദൈവസന്നിധി തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. പിന്നെ അതോടൊപ്പം ഞാനടക്കമുള്ള ഈ ക്ഷേത്രഭാരമടക്കമുള്ള സമൂഹം എന്നത് ഇതിൻ്റെ പരികർമ്മികൾ മാത്രമാണ്. അതാണ് ഈ ഐക്യപ്പെടൽ. ഇപ്പോൾ നമ്മൾ ഒരുപാട് സമയം സംസാരിച്ചു പല ആൾക്കാരോടും. തണൽ എന്നിങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട്. ഞാനും മുന്നേ അവിടെ എനിക്ക് ഒരു ഫിസിയോതെറാപ്പീൻ്റെ ഭാഗമായിട്ട് പോകാനും പറ്റിയിട്ടുണ്ട്. ഈ തണലിനെ പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? തണൽ വെയിൽ കൊള്ളുന്ന കുറേ ആളുകൾ നൽകുന്ന ഒരു തണൽ ഇടമാണ്. കുറേ സുമനസ്സുകൾ വെയിൽ കൊള്ളാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു തണലിടം ഉണ്ടാകുന്നത്. വെയിൽ കൊള്ളുന്ന വൻമരത്തിൻ്റെ അടിയിലാണ് നമുക്കെപ്പോഴും തണൽ അനുഭവപ്പെടുന്നത്. പുറവൂരിലെ തണൽ എന്നത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമായിട്ട് 15 സംസ്ഥാനങ്ങളിൽ ഉള്ള തണലിടങ്ങളിൽ ഒന്നാണ്. തണലിന് കേരളത്തിലെ 15 സംസ്ഥാനങ്ങളിലായിട്ട് 450-ലധികം സെൻറ്ററുകളുണ്ട്. അതിലൊരു സെൻറ്ററാണ് പുറവൂരിലെ തണൽ. ഈ സെൻറ്ററുകളെല്ലാം കൂടി 23 ആക്ടിവിറ്റികളാണ് തണൽ നടത്തുന്നത്. ആക്ടിവിറ്റികൾ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യ അവസ്ഥയിൽ എവിടെയാണോ വിഷമാവസ്ഥയിൽ അപരൻ്റെ സഹായം ആവശ്യമുള്ളത്, ആ അപരൻ്റെ സഹായത്തിൻ്റെ മുഖങ്ങളാണ് ഈ 23 ഇനങ്ങളും. അതിൽ ഭിന്നശേഷി വിദ്യാലയമുണ്ട്, ഡയാലിസിസ് കേന്ദ്രങ്ങളുണ്ട്, പിന്നെ വിദ്യാലയങ്ങളുണ്ട്, ചെറിയ തരത്തിലുള്ള മൈക്രോ ലേണിംഗ് സെൻറ്ററുകളുണ്ട്, ഭിന്നശേഷി അല്ലാതെ മൈക്രോ ലേണിംഗ് സെൻ്ററുണ്ട്, പാവപ്പെട്ടവർക്കുള്ള ഷെൽട്ടറുകളുണ്ട്, അനാഥർക്കുള്ള, വയോധികരായ ആൾക്കുള്ള, ഉപേക്ഷിക്കപ്പെട്ടവർക്കുള്ള ഷെൽട്ടറുകളുണ്ട്. അതോടൊപ്പം ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിലും കുടിവെള്ള പദ്ധതികൾ, കൊച്ചു കൊച്ചു വീടുകൾ. ഇവിടുത്തെ ഞെട്ടിക്കുന്ന അവസ്ഥ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് 15,000 മുതൽ 40,000 രൂപയാണ് വേണ്ട അവിടെ ഒരു കൊച്ചു കുടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി. അത്തരം സെൻറ്ററുകൾ. പിന്നെ ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ പട്ടിണി കിടക്കുന്ന ആയിരങ്ങൾക്ക് 2 നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലൂടെ അതൊക്കെ ചെയ്യുന്നത് തണൽ എന്ന ഒരു പേരിൽ ചെയ്യുമ്പോൾ ആരൊക്കെയോ തരുന്ന സംഭാവനകളും ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലുള്ള സ്വയം സന്നദ്ധ പ്രവർത്തനങ്ങളുമാണ് തണലായി മാറുന്നത്. അതിൽ പുറവൂരിലെ തണൽ വളരെ പ്രത്യേകമായ ഒരു സംഭവം കൊണ്ട് നമുക്കൊക്കെ ഒരു ആശാകേന്ദ്രമാവുകയാണ്. അതിലാണ് ബ്രെയിൻ ആൻഡ് സ്പൈൻ മെഡിസിറ്റി എന്ന കേരളത്തിലെ ഏക കേന്ദ്രം പുറവൂരിലാണുള്ളത്. അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്ട്രോക്ക് കൊണ്ടോ ഒരു മനുഷ്യൻ തളർന്നു പോയി കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിരന്തരമായ തെറാപ്പി, അതിൽ ഫിസിയോതെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ജനറൽ തെറാപ്പി,
മറ്റ് എക്സസൈസുകൾ, മെൻ്റൽ തെറാപ്പി, ഇങ്ങനെ എല്ലാത്തിലൂടെയും കടന്നു പോകുമ്പോൾ മാസങ്ങളോളം എടുക്കുന്ന പ്രക്രിയയാണ്. 1-2 മാസമല്ല, 4-5 മാസങ്ങളൊക്കെ എടുത്തിട്ട്, ചിലപ്പോൾ വർഷങ്ങളോളം എടുത്തിട്ട് അവർ കടന്നു പോയ മനുഷ്യൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ഒരു സെൻ്ററാണത്. അതിൻ്റെ ഏറ്റവും ഇൻറ്റൻസീവായ കെയർ കിട്ടുന്നതുകൊണ്ട് മോർ ദാൻ 90% റിസൾട്ടിലൂടെ കഴിഞ്ഞ ആ 4-5 വർഷമായിട്ട് അവിടെ രോഗികൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. കടന്നുപോയവർ, ഇനി ഒരിക്കലും ശരീരം അനങ്ങില്ല എന്ന് ആയിപ്പോയവർ, കണ്ണു തുറക്കില്ല എന്ന് വിചാരിച്ചവർ, അവരൊക്കെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുന്ന അത്ഭുത കാഴ്ചയാണ്. അതുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രോഗികൾ അവിടെയുണ്ട്. ഇപ്പോൾ 46 പേർക്കുള്ള കിടത്തി ചികിത്സാ സൗകര്യമുള്ളത്. അത് കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കെട്ടിടങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന വർഷത്തേക്ക് അത് 100-ലധികം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിലാവുകയാണ്. ഇതൊക്കെ നടക്കുന്നത് ഏതൊക്കെയോ സുമനസ്സുകൾ നൽകിയ കെട്ടിട സൗകര്യങ്ങൾ മറ്റൊക്കെ അവിടെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. അതോടൊപ്പം ഈ പ്രദേശത്തെ നാട്ടുകാർ തരുന്ന സംഭാവനകളിലൂടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കണ്ടെത്തുന്നതോടുകൂടിയാണ്. ഡയാലിസിസ് സെൻ്ററിലാണ് ഏറ്റവും വിഷമകരം. 130 ആളുകൾ അവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഈ 130 ആളുകളിൽ 100 ആളുകളും പാവങ്ങളാണ്. അതായത് രോഗിയാകുന്നതോടുകൂടി അയാൾ രോഗത്തിൻ്റെ വിഷമതയിലേക്ക് പോകുമ്പോൾ കുടുംബത്തിലെ വരുമാനം നിൽക്കുന്നു. വരുമാനമില്ലാതെ ഇപ്പോൾ ചികിത്സ ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ സ്പോൺസർഷിപ്പിലൂടെ ഒരു ഡയാലിസിന് 1000 രൂപ എന്ന തരത്തിൽ പലരും സ്പോൺസർഷിപ്പ് ചെയ്യുമ്പോൾ ഓരോ ജീവിതവും പിടിച്ചു നിൽക്കപ്പെടുന്നു. അതോടൊപ്പം ഭിന്നശേഷി വിദ്യാലയം, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഭിന്നശേഷി വിദ്യാലയത്തിന് കേരള സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഉച്ചക്കഞ്ഞി അടക്കമുള്ള സൗകര്യങ്ങളിലേക്ക് ആ ഒരു വിദ്യാലയം എത്തിയിരിക്കുകയാണ്. അവിടെയും ഇൻ്റർനാഷണൽ സൗകര്യം ഉള്ളതുകൊണ്ട് ആ തരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെ അവിടെ പഠിക്കുന്ന കുട്ടികൾ, പഠനം എന്നല്ല, ജീവിത പരിശീലന പ്രക്രിയ എന്നാണ് പറയുന്നത്. ഒരു ക്ലാസ്സിൽ 2-3 കുട്ടികളാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്, 120 കുട്ടികൾക്ക് അവിടെ കോച്ചിങ് കൊടുക്കുമ്പോൾ, പരിശീലനം കൊടുക്കുമ്പോൾ 40 സ്റ്റാഫാണ് അവരെ അസിസ്റ്റ് ചെയ്യുന്നത്. അതിൽ എല്ലാവിധ തെറാപ്പിസ്റ്റുകളും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും കൗൺസിലേഴ്സും ഒക്കെ അടക്കമുള്ള ഇങ്ങനെ ഏറ്റവും അഡ്വാൻസ്ഡായ ഒരു കേന്ദ്രമാണ് പറവൂരിലെ തണൽ. ആ തണലിൻ്റെ കൂടെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഐക്യപ്പെടലാണ് ഈ ക്ഷേത്രവും ഇതിൻ്റെ ഗ്രന്ഥാലയവും ഇതിൻ്റെ പ്രവർത്തനവും കൂടി ചേർന്ന് നടത്തുന്നത്. നമുക്ക് ഒന്നായിട്ട് ഈ നാട്ടിൻ്റെ ഒരു വലിയ വിളക്കായിട്ട് അത് മാറ്റണം. അതിന് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നാണ് പറയാനുള്ളത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ട് മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ഇപ്പോഴും ആ സഹായം സ്വീകരിക്കുന്നുണ്ടോ? അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്കവിടെ ഡയാലിസിന് 130 രോഗികൾ ഡയാലിസ് ചെയ്യുന്നുണ്ട്. അത് ഡയാലിസിസ് 1.5 ആണ് ചെയ്യുന്നത്. ഒരാൾ ചെയ്താൽ 2ാമത്തെ ദിവസം ആണ് പിന്നെ വരുന്നത്. അപ്പോൾ ഡെയിലി 60 ഡയാലിസിസ് അവിടെ ചെയ്യുന്നുണ്ട്. 60 ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി 72,000 രൂപ നമുക്ക് ഡെയിലി ഡയാലിസിന് ചിലവുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് നാമമാത്രമായ ഫീസാണ് ഈടാക്കുന്നത്. 100 രൂപ, 250 രൂപ. ബാക്കി പണം നമ്മൾ പൊതു പിരിവിലൂടെ കണ്ടെത്തുന്നത്. അത് ഒരു ഡയാലിസിന് 1000 രൂപ വെച്ചാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പൊതുജനങ്ങളോട് പറയുന്നത്, നിങ്ങളൊരു 1000 രൂപ തരും, നമ്മുടെ ഒരു സഹോദരൻ്റെ ജീവിതം അല്ലെങ്കിൽ സഹോദരിയുടെ ജീവിതം 2 ദിവസത്തേക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു 1000 രൂപ തന്ന് സഹായിക്കൂ എന്ന് പറയുമ്പോൾ 1000 രൂപ തന്ന് കൊണ്ട് നമ്മൾ ആളുകൾ സഹായിക്കുന്നുണ്ട്. ഒരു 4000 രൂപ തന്നാൽ ഒരു സുഹൃത്തിൻ്റെ ജീവിതം നമുക്ക് ഒരാഴ്ച പിടിച്ചു നിർത്താം. ഒരു 12,000 തന്നാൽ ഒരു സുഹൃത്തിൻ്റെ ജീവിതം ഒരു മാസം പിടിച്ചു നിർത്താം. അങ്ങനെ ആ ഗുണിതങ്ങളായിട്ടുള്ള സംഭാവനകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് തന്ന് സഹായിക്കുക എന്നുള്ളതാണ് പൊതുജനത്തിന് ഈ കേന്ദ്രത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ. അത് സജീവിക്ക് ജീവൻ നിലനിർത്താനുള്ള ഒരു ആശ്വാസമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും സഹായിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് സഹായിക്കണമെന്ന് തോന്നി, അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് നിങ്ങൾ ബന്ധപ്പെടുക? അവിടെ നമുക്ക് നേരിട്ട് സംഭാവന നൽകാം, അല്ലെങ്കിൽ ഗൂഗിൾ പേയിലൂടെ നടത്താം. പക്ഷേ അവിടെ നടത്തുന്ന സംഭാവനകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെറും ഒരു റെസീറ്റിലൂടെയല്ല സംഭാവന സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ നിഷ്കർഷതയുമുള്ള തരത്തിലുള്ള സംഭാവന സ്വീകരണം ആണ്. ഇൻകം ടാക്സ് എക്സെപ്ഷൻ അടക്കമുള്ള റെസീറ്റാണ്. അതുകൊണ്ട് സംഭാവന തരുന്ന ആളുടെ പൂർണ്ണ മേൽവിലാസം, അവരുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പർ, ഫോൺ നമ്പർ ഇത്രയും അടക്കം തന്നാലേ നമുക്ക് സംഭാവന സ്വീകരിക്കാൻ പോലും പറ്റുള്ളൂ. അത്തരത്തിലാണ് അതിൻ്റെ ഘടന. അപ്പോൾ ഈ തണലിനെ പറ്റി തണൽ എന്ന് കേട്ടൊരു അറിവ് മാത്രമേ ശരിക്കും നമുക്ക് കാണുന്ന ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് വിശദമായി പറഞ്ഞു തന്ന അങ്ങേക്ക് നമ്മളെ ഭാഗത്തു നിന്നും ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാം കണ്ടില്ലേ? തണലിൻ്റെയും
എടക്കണമ്പേത്ത് അമ്പലത്തിൻ്റെയും കൂട്ടായ സംയുക്തമായ ഒരു നല്ലൊരു പുണ്യപ്രവൃത്തി. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തണലിനെ പറ്റിയെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ. എല്ലാവരും തണലിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രയത്നത്തിന് നിങ്ങളും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചങ്ങായിമാരെ. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും പോയി, അമ്മയെല്ലാം ഉണ്ടായിരുന്നു, അമ്മയെല്ലാം പോയി. അപ്പോൾ നിങ്ങളുടെ സ്വന്തം നിജി. ബായ്.